ബാലഗോപാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ വരുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇതിൽ മതപണ്ഡിതരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ആ ഒരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റാൻഡ് അതിനോട് ചേർന്ന് നിൽക്കുന്നതാകുമോ? ഇപ്പോൾ തന്ത്രി പറയുമ്പോൾ പൂർണ്ണമായും അത് വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ദേവപ്രശ്നം അത് മുഖവിലേക്കെടുക്കണം എന്ന കാര്യങ്ങൾ പറയുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഒരു തീരുമാനത്തിൽ അത് മതപണ്ഡിതർക്ക് വിട്ടു നൽകണം എന്ന ഒരു സ്റ്റാൻഡ്, അങ്ങനെ ഒരു എഴുതി ചേർക്കലിന് സാധ്യതയുണ്ടോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏതായാലും സംസ്ഥാന സർക്കാരിനെ പോലെ ഒരു അവ്യക്തമായ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ മതപണ്ഡിതന്മാരുടെയൊക്കെ തലയിൽ കെട്ടിവെച്ച് ഈ വിഷയത്തിൽ നിന്ന് ഊരാൻ വേണ്ടി ഒരു നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിലെ സാഹചര്യത്തിൽ സ്വീകരിക്കുമെന്ന് കരുതുന്നില്ല. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് ആചാരത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു നിലപാട് നാളെ കോടതിയിൽ വ്യക്തമാക്കേണ്ടതാണ്. അത് സ്വാഭാവികമായും വ്യക്തമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് ഒരു യു ടേണിലേക്ക് മാറാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇത് 2006 സത്യവാങ്മൂലത്തിലെ 2007 സത്യവാങ്മൂലത്തിന്റെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് തലയൂരാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായത്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്പം കൂടി ക്ലാരിറ്റിയോടുകൂടി തങ്ങളുടെ നിലപാട് നാളെ കോടതിയെ അറിയിക്കുമെന്ന് വേണം കരുതേണ്ടത്. നാളെ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും എന്തായിരിക്കും നിലപാട് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു കൃത്യമായ ഒരു ആധികാരികമായി പറയാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ നേരത്തെയൊക്കെ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ തന്നെ യുവതീ പ്രവേശന വിലക്കിന് അനുകൂലിച്ചുകൊണ്ടുള്ള അതുപോലെ സുപ്രീം കോടതിയുടെ മുൻവിധി 5-അംഗ ബെഞ്ചിനെ പുനഃപരിശോധിക്കണമെന്നൊരു നിലപാടായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നാളെക്കുള്ളിൽ ആ തീരുമാനം അറിയിക്കണം. തന്ത്രിയുടെ കൃത്യമായ നിലപാടിന്റെ വിവരങ്ങൾ കൂടിയാണ് ബാലഗോപാൽ പങ്കുവച്ചത്.